നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ഔദ്യോഗികമായി പുറത്തുവന്നതിന് മുൻപ് തന്നെ അടുത്ത സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനായുള്ള ഒരുക്കങ്ങൾ രാഷ്ട്രപതി ഭവനിൽ ആരംഭിച്ചു കഴിഞ്ഞു. ചൊവ്വാഴ്ച വോട്ടെണ്ണലിന് മുൻപായി രാഷ്ട്രപതി ഭവനിൽ പ്രധാനമന്ത്രിയുടെയും മറ്റ് മന്ത്രിമാരുടെയും സത്യപ്രതിജ്ഞാ ചടങ്ങിനായി എത്തുന്ന വേദിയിലേക്കുള്ള അലങ്കരിക്കുന്നതിന് ആവശ്യമായ ഈ സസ്യങ്ങളും ചെടികളും വിതരണം ചെയ്യുന്നതിനുള്ള ടെൻഡർ ക്ഷണിച്ചു കഴിഞ്ഞു. 21.97 ലക്ഷം, അതായത് 22 ലക്ഷം രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ടെൻഡർ തിങ്കളാഴ്ചയാണ് തുറക്കുന്നത്. കരാറ് പൂർത്തിയാക്കാൻ കരാറുകാരന് 5 ദിവസത്തെ സമയവുമുണ്ട്. സത്യപ്രതിജ്ഞാ ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ കഴിഞ്ഞ ആഴ്ച മുതൽ തന്നെ ആരംഭിച്ചു എന്നാണ് രാഷ്ട്രപതി ഭവനിലുള്ള ഉദ്യോഗസ്ഥർ പറയുന്നത്. കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പാണ് ചടങ്ങിന്റെ മേൽനോട്ടം വഹിക്കുന്നത്. അതിനിടെ രാജ്യത്ത് ഉടനീളമുള്ള പുതുതായി തെരഞ്ഞെടുക്കപ്പെടുന്ന എംപിമാരുടെ യാത്ര, വിമാനത്താവളം, റെയിൽവേ സ്റ്റേഷനുകൾ തുടങ്ങി ട്രാൻസിറ്റ് പോയിന്റുകളിലെ വരവ്, താമസ സൗകര്യം എന്നിവ സുഗമമാക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ ലോക്സഭാ സെക്രട്ടേറിയറ്റ് നടത്തുന്നുണ്ട്. അടുത്ത സർക്കാർ അധികാരത്തിലേറുന്ന ചടങ്ങ് ആഘോഷിക്കാൻ തന്നെയാണ് BJPയുടെ തീരുമാനം. ഔദ്യോഗിക സത്യപ്രതിജ്ഞ നടക്കുന്ന അതേ ദിവസം തന്നെ ഭാരത് മണ്ഡപത്തിലോ കർത്തവ്യപഥിലോ BJPയുടെ രാഷ്ട്രീയ പരിപാടി നടക്കുമെന്ന് ഈ ബന്ധപ്പെട്ടവർ അറിയിച്ചു. 3ാം വിജയം ചരിത്ര സംഭവമാക്കി മാറ്റാനാണ് BJP പദ്ധതി ഇട്ടിരിക്കുന്നത്. ഒരു മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ പറയുന്നതനുസരിച്ച് സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷമുള്ള ആഘോഷ സാംസ്കാരിക പരിപാടികളുടെ ഒക്കെ തന്നെ എന്തൊക്കെയാണ് എന്ന് ഇതുവരെ അന്തിമമാക്കിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങ് ജൂൺ 9 നടക്കുമെന്നാണ് മനസ്സിലാകുന്നത്. അതേസമയം രാജ്യത്ത് 3ാമത് മോദി തരംഗമെന്ന വ്യക്തമായ സൂചനകൾ നൽകിക്കൊണ്ടാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവന്നത്. കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുമെന്നും എന്നാൽ സീറ്റുകൾ തൂത്തുവാരുന്നത് UDF ആയിരിക്കുമെന്നും പ്രവചനമുണ്ട്. 400-ലേറെ സീറ്റുകൾ ലക്ഷ്യം വെച്ച BJP 350-ലേറെ സീറ്റുകൾ നേടി തുടർച്ചയായ 3ാം വട്ടവും അധികാരത്തിലെത്തുമെന്നാണ് മിക്ക സർവേ ഫലങ്ങളിലും പറയുന്നത്. അതേസമയം കോൺഗ്രസിന് 2019 ലഭിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ കിട്ടുമെന്നും എക്സിറ്റ് പോൾ ഫലങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. പശ്ചിമബംഗാളിൽ CPM കോൺഗ്രസ് സഖ്യത്തിന് ഒരു സീറ്റ് പോലും കിട്ടില്ല. തൃണമൂലിനെ പിന്നിലാക്കി BJP ആയിരിക്കും അവിടെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയെന്ന് 3 സർവേകളിൽ പറയുന്നു. കർണാടക, മഹാരാഷ്ട്ര, പശ്ചിമ ബംഗാൾ, ഡൽഹി, മധ്യപ്രദേശ്, ഗുജറാത്ത് സംസ്ഥാനങ്ങളാകും NDA വിജയത്തിന്റെ അടിത്തറ. UP NDAയ്ക്ക് അനുകൂലമാണ്. ഡൽഹിയിൽ കോൺഗ്രസ് ആം ആദ്മി പാർട്ടി സഖ്യത്തെ മറികടന്ന് BJP 7 സീറ്റ് നിലനിർത്തുമെന്നാണ് പ്രവചനം.